കണ്ണൂർ ലോക്സഭാ മണ്ഡലം രാഷ്ട്രീയപരമായി വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് കണ്ണൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ വിധി എഴുതുന്ന കണ്ണൂർ ലോക്സഭാ മണ്ഡലം. എന്നാൽ ലോക്സഭയിലേക്ക് വരുമ്പോൾ UDFന് കൈകൊടുക്കുന്ന കണ്ണൂർ. പാർട്ടി ഗ്രാമങ്ങൾ കൊണ്ട് സമ്പന്നമായ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ പല ഇടങ്ങളും UDFന് അനുകൂലമായി വിധി എഴുതിയിട്ടുണ്ട്. അവിടെ ഇക്കുറി തിരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവുമൊക്കെ കാര്യമായ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഏറ്റവും ആദ്യം നടന്നത് ആരാകണം സ്ഥാനാർത്ഥി എന്ന ചർച്ചയായിരുന്നു. ഇടതുപക്ഷം ആദ്യം തന്നെ സ്ഥാനാർത്ഥിയിൽ ഒരു വ്യക്തത കൊണ്ടുവന്നു. കണ്ണൂർ ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായ MV ജയരാജൻ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ സഹയാത്രികനായ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. കോൺഗ്രസിലായിരുന്നു സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ വലിയ അങ്കലാപ്പും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. ആരാകണം കണ്ണൂരിൽ UDFന്റെ സ്ഥാനാർത്ഥി എന്ന ചർച്ച ആരംഭിക്കുന്നു. KPCC അധ്യക്ഷനായതുകൊണ്ട് തന്നെ K സുധാകരൻ എന്ന കുമ്പക്കുടി സുധാകരൻ മത്സരിക്കുന്നില്ല എന്ന് ആദ്യം തന്നെ വ്യക്തമാക്കുന്നു. പകരം തൻ്റെ അനുയായികളെ ഓരോന്നായി അദ്ദേഹം അവതരിപ്പിക്കുന്നു. പക്ഷേ പാർട്ടിക്കുള്ളിൽ രമേശ് ചെന്നിത്തലയും VD സതീശനടക്കമുള്ള മറ്റ് നേതാക്കന്മാർക്ക് K സുധാകരനല്ലാതെ മറ്റാരും വേണ്ട എന്ന തീരുമാനത്തിൽ തന്നെ അടിയുറച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ ചർച്ച ദിനംപ്രതി കടന്നുപോയിക്കൊണ്ടേയിരുന്നു. അന്തിമ പട്ടിക പുറത്തുവിടേണ്ട സമയമായിട്ടും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പോലെ നീണ്ടുപോവുകയായിരുന്നു K സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വം. കണ്ണൂരിൽ K സുധാകരനല്ലാതെ മറ്റാര് മത്സരിച്ചാലും വിജയിക്കില്ല എന്ന ഉറച്ച ബോധ്യം കോൺഗ്രസ് ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. കണ്ണൂരിൽ കോൺഗ്രസ് എന്നാൽ K സുധാകരനാണ്. കുമ്പക്കുടി സുധാകരൻ്റെ കരങ്ങൾക്ക് ശക്തി പകരുന്ന കോൺഗ്രസ് വോട്ടുകൾ നിരവധിയാണ് കണ്ണൂർ ജില്ലയിലുള്ളത്, കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ പ്രത്യേകിച്ചു. അങ്ങനെ ഒരുപാട് ചർച്ചകൾക്ക് ശേഷം താൻ MP ആയാലും KPCC അധ്യക്ഷ സ്ഥാനം വിട്ടുപോകില്ല എന്ന തീരുമാനം അറിയിച്ചുകൊണ്ട് അദ്ദേഹം കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി. പക്ഷേ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലെയും പോലെ കണ്ണൂരിലും പോളിംഗ് ശതമാനത്തിൽ വലിയ ഇടിവുണ്ടായിട്ടുണ്ട്. കണ്ണൂരിൻ്റെ പഴയ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ പോളിംഗ് ശതമാനം വർദ്ധിക്കുമ്പോഴും പോളിംഗ് ശതമാനം കുറയുമ്പോഴും അവിടെ ചില മാറ്റങ്ങൾ വരാറുണ്ട്. കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമാകും. 2009 അന്ന് 81.05% വോട്ടുകളായിരുന്നു കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടന്നത്. അന്നത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി K സുധാകരനായിരുന്നു. CPIMന് വേണ്ടി മത്സരിച്ചത് KK രാഗേഷും BJPയുടെ സ്ഥാനാർത്ഥി PP കരുണാകരൻ മാസ്റ്ററും. അന്ന് 50.11% വോട്ടുകളാണ് K സുധാകരൻ നേടിയത്. അതായത് 81.05% വോട്ടുകൾ നടന്ന കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ 50.11% വോട്ടുകൾ നേടിയത് K സുധാകരൻ. KK രാഗേഷ് ആകട്ടെ 45.12% വോട്ടുകൾ നേടി. അതായത് K സുധാകരൻ നേടിയത് 4,32,878 വോട്ടുകൾ, KK രാഗേഷ് 3,89,727 വോട്ടുകൾ. 9.32% വോട്ടുകളാണ് 2009 മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിച്ച് തോറ്റപ്പോൾ കോൺഗ്രസ് കിട്ടിയതിനേക്കാൾ കൂടുതൽ K സുധാകരൻ നേടിയത്. KK രാഗേഷ് നഷ്ടമായത് 5.41% വോട്ട്. 2004 അവിടെ AP അബ്ദുള്ളക്കുട്ടി മത്സരിക്കുമ്പോൾ 4,35,058 വോട്ടുകൾ, 50.53% വോട്ടുകൾ നേടി. പിന്നീട് 2014 വന്നപ്പോൾ അന്നവിടെ വോട്ടിംഗ് ശതമാനം 80.09%. 80.09% എന്ന് പറയുമ്പോൾ 2009 വോട്ടിംഗ് ശതമാനം കുറഞ്ഞു എന്ന് സാരം. അങ്ങനെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ CPIMന്റെ സ്ഥാനാർത്ഥിയായ PK ശ്രീമതി 4,27,622 വോട്ടുകൾ നേടി. 45.15% വോട്ടുകൾ കരസ്ഥമാക്കി. അവിടെ 0.03% വോട്ടിൻ്റെ വർധനവ് മാത്രമേ PK ശ്രീമതിക്ക് ഉണ്ടാക്കുവാൻ സാധിച്ചുള്ളൂ. നേരിയ ഭൂരിപക്ഷത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ നേരിയ ഭൂരിപക്ഷത്തിൽ തന്നെ K സുധാകരനും പരാജയപ്പെട്ടു. അദ്ദേഹം അക്കുറി നേടിയത് 4,21,056 വോട്ടുകളായിരുന്നു. 44.46% വോട്ടുകൾ നേടി. 5.65% വോട്ടിൻ്റെ കുറവുണ്ടായി. അതായത് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4,32,878 വോട്ടുകൾ നേടിയ K സുധാകരൻ 2014 വന്നപ്പോൾ അത് 4,21,056 വോട്ടുകളായി കുറഞ്ഞു. 2019 ഒരു വലിയ തരംഗത്തിൻ്റെ പുറത്ത് കേരളമൊട്ടാകെ ഉണ്ടായിരുന്ന രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുവാൻ പോകുന്നു, ശബരിമല വിഷയം, കോൺഗ്രസ് കരുത്താർജിക്കുന്നു എന്ന വാർത്തകളൊക്കെ പരക്കുന്ന സമയത്തെ ആ തരംഗത്തിൻ്റെ പുറത്തുനിന്ന് പോളിംഗ് ശതമാനം 2019 പറഞ്ഞ വർഷങ്ങളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായിരുന്നു. 88.01% ആളുകളായിരുന്നു അന്ന് പോളിംഗ് ചെയ്തത്.
അന്ന് 2019 അതായത് തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ നേടിയ വോട്ട് 5,29,741 വോട്ടുകളാണ്. 50.74% വോട്ടുകളും അദ്ദേഹം നേടി. 6.28% വോട്ടുകളാണ് വർധനമുണ്ടായത്. 2014 MP ആയി വിജയിച്ചു വന്ന PK ശ്രീമതി അന്ന് നേടിയത് 4,35,182 വോട്ടുകൾ, 41.68%, 3.47% വോട്ടിൻ്റെ കുറവ്. ഇവിടെ പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, 47% മുതൽ മുകളിലേക്ക് വോട്ടിംഗ് ശതമാനം കരസ്ഥമാക്കിയ സമയങ്ങളിൽ മാത്രമേ കോൺഗ്രസ് ഇവിടെ വിജയിച്ചിട്ടുള്ളൂ. അതായത് പോളിംഗ് ശതമാനം 80% നിന്നും വർദ്ധിച്ചു വരുന്ന സമയങ്ങളിൽ മാത്രമാണ് ഇവിടെ കോൺഗ്രസ് വിജയിച്ചു വന്നിട്ടുള്ളത്. അതല്ലാത്ത സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അത് താരതമ്യേന വളരെ കുറവാണ്. രാഷ്ട്രീയ മാറ്റം ഉണ്ടായതിനു ശേഷം 2009 തെരഞ്ഞെടുപ്പിന് ശേഷം പോളിംഗ് ശതമാനം വർദ്ധിക്കുമ്പോൾ കണ്ണൂരിൽ കോൺഗ്രസ് വിജയിക്കുന്നുണ്ട്. മറ്റെല്ലായിടത്തും ഏകദേശം അങ്ങനെ തന്നെയാണ്. പക്ഷേ കണ്ണൂരിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കണ്ണൂർ ഇടതുപക്ഷ അനുഭാവമുള്ള ഒരു ജില്ലയായതുകൊണ്ടും അത്തരത്തിൽ തന്നെ ചിന്തിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമായതുകൊണ്ടും അവിടെ പോളിംഗ് ശതമാനം വർദ്ധിക്കുമ്പോൾ അത് കോൺഗ്രസിന് അനുകൂലമായൊരു തരംഗമുണ്ടാകുന്നു എന്ന് പറയേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഇനി 2024 വരുമ്പോൾ തെരഞ്ഞെടുപ്പ് അതികഠിനമായിരുന്നു. കെ സുധാകരൻ തന്നെ മത്സരിച്ചാൽ മതി എന്ന് കോൺഗ്രസ് തീരുമാനമെടുക്കുമ്പോഴും കോൺഗ്രസിലെ തന്നെ സഹയാത്രികനായി ഉണ്ടായിരുന്ന സി രഘുനാഥ് കോൺഗ്രസ് വിട്ട് BJP പോയത് കോൺഗ്രസിന് വലിയ ക്ഷീണമായിരുന്നു. അദ്ദേഹം തന്നെ BJPയുടെ സ്ഥാനാർത്ഥിയായതും അവർക്ക് വലിയ തിരിച്ചടിയായിരുന്നു. ഈ സന്ദർഭങ്ങളെയൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് കെ സുധാകരനെ സ്ഥാനാർത്ഥിയാക്കിയതും. കെ സുധാകരൻ സ്ഥാനാർത്ഥിയായെങ്കിൽ മാത്രമേ കണ്ണൂരിൽ കോൺഗ്രസിന് വീണ്ടും പിടിച്ചു നിൽക്കുവാൻ കഴിയൂവെന്നും 20-20 എന്ന കനകോലുവിൻ്റെയും KPCCയുടെയും AICCയുടെയും ആവശ്യമൊക്കെ നിറവേറാൻ കഴിയൂ എന്നും ഉള്ള ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് കെ സുധാകരനെ കണ്ണൂരിലേക്ക് വീണ്ടും പരിഗണിച്ചത്. അങ്ങനെ കണ്ണൂരിലേക്ക് പരിഗണിച്ചപ്പോൾ അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയപരമായ മറ്റു ചില തന്ത്രങ്ങളുണ്ടായിരുന്നു എന്നാണ് കോൺഗ്രസിനുള്ളിൽ നിന്നും പുറത്തു നിന്ന് വരുന്ന വാർത്തകൾ. കെ സുധാകരൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ അവിടേക്ക് മറ്റൊരു KPCC പ്രസിഡന്റിനെ നിർത്തിക്കൊണ്ട് നേതൃമാറ്റം ഉണ്ടാക്കാം എന്ന ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ മാത്രമാണ് പാർട്ടിക്ക് വേണ്ടി കൃത്യമായ നിലപാട് പറയുകയും പാർട്ടിക്ക് ദോഷമുണ്ടാകാത്ത തരത്തിൽ പത്രസമ്മേളനങ്ങൾ നടത്തുന്നത് എന്നും ഒരു ധാരണയും അത്തരത്തിലൊരു വാർത്തയും കോൺഗ്രസിനുള്ളിലും പുറത്തും പരന്നിരുന്നു. മാധ്യമങ്ങൾക്ക് മുമ്പിൽ യാതൊരു ബന്ധവുമില്ലാതെയും യാതൊരു നിയന്ത്രണവുമില്ലാതെയും KPCC അധ്യക്ഷൻ സംസാരിക്കുന്നു എന്ന ആരോപണവും അദ്ദേഹത്തിനെതിരെ രൂക്ഷമായി ഉണ്ടായിരുന്നു. കെ സുധാകരൻ KPCCയുടെ അധ്യക്ഷനായി വരുമ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു കോൺഗ്രസിനകത്തും പുറത്തുമെല്ലാം. പക്ഷേ പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ചില നടപടികളും തീരുമാനങ്ങളും അദ്ദേഹത്തിൻ്റെ നിയന്ത്രണമില്ലാത്ത വർത്തമാനങ്ങളുമെല്ലാം കോൺഗ്രസിന് വലിയ ക്ഷീണമായി മാറുകയായിരുന്നു. അങ്ങനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റണമെന്നൊരു തീരുമാനം കോൺഗ്രസിനുള്ളിൽ നിന്ന് ഉടലെടുത്ത സമയത്ത് അദ്ദേഹത്തെ KPCC സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ ചിലപ്പോൾ അദ്ദേഹം BJPയിലേക്ക് പോയേക്കാമെന്നൊരു വാർത്ത കൂടി അന്ന് കോൺഗ്രസിനുള്ളിലും പുറത്തുമെല്ലാം പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ പടർന്നിരുന്നു. അദ്ദേഹം BJPയിലേക്ക് പോകുമോ എന്ന ചോദ്യം മാധ്യമങ്ങൾ അടക്കമുള്ളവർ ഉയർത്തുമ്പോഴും കൃത്യമായ അഭിപ്രായമോ മറുപടിയോ ഒന്നും അദ്ദേഹം പറഞ്ഞിരുന്നില്ല. രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ സാഹചര്യം മാറും, അതുകൊണ്ട് ഇപ്പോൾ അതിനുള്ള മറുപടി പറയുവാൻ സാധിക്കില്ല എന്നൊക്കെയായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടങ്ങളിൽ അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്നാൽ കലാശക്കുട്ടിൻ്റെ സമയത്ത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം പറയുന്നു തൻ്റെ വീട്ടിലെ പട്ടി പോലും BJPയിലേക്ക് പോകില്ല എന്ന ഒരു നിലപാട് അറിയിക്കുന്നു. അപ്പോൾ ഏറ്റവും ഒടുവിലാണ് കെ സുധാകരൻ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. കെ സുധാകരൻ മത്സരിക്കുന്ന സമയത്ത് പ്രസിഡന്റായി MM ഹസനെ, താൽക്കാലിക പ്രസിഡന്റായി MM ഹസനെ കൊണ്ടുവരുന്നു. പിന്നീട് അദ്ദേഹത്തെ പ്രസിഡന്റായി തിരിച്ച് സ്ഥാനാരോഹണം ചെയ്യുന്നതിലൊക്കെ വലിയ ബുദ്ധിമുട്ട് കോൺഗ്രസ് പരോക്ഷമായി പ്രകടിപ്പിച്ചിരുന്നതൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതുമാണ്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കണ്ണൂരിൽ ഇക്കുറി ചർച്ചയായത് എന്തായിരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും BJPയുടെ വലിയ അപ്രമാദിത്യം കണ്ണൂരിൽ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടതായുണ്ട്. BJP എത്രമാത്രം വോട്ടുകൾ പിടിച്ചു മാറ്റുന്നു അത് വളരെ വലിയൊരു ഘടകമാണ്. അതുമാത്രമല്ല, പോളിംഗ് ശതമാനം കുറഞ്ഞത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്. അങ്ങനെയാണ് ചരിത്രം പറയുന്നതും. ഇവിടെ പക്ഷേ കോൺഗ്രസ് വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം മറ്റൊന്നുമല്ല, ന്യൂനപക്ഷ ഏകീകരണം കൃത്യമായി ഉണ്ടായിട്ടുണ്ട് എന്നും ഭൂരിപക്ഷം കുറച്ച് കുറഞ്ഞാലും വിജയപ്രതീക്ഷ ഉണ്ട് എന്നുമാണ് UDF അവകാശപ്പെടുന്നത്. അതുമാത്രമല്ല, തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷങ്ങളിൽ EP ജയരാജൻ BJPയിലേക്ക് പോകുന്നു എന്ന വാർത്ത കാര്യമായ രീതിയിൽ കോൺഗ്രസിന് ഗുണകരമായിട്ടുണ്ട് എന്നും BJP വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ജനങ്ങൾ കോൺഗ്രസിന് അനുകൂലമായ വോട്ട് ചെയ്തിട്ടുണ്ടെന്നും കണ്ണൂരിലെ ന്യൂനപക്ഷ വോട്ടുകളൊന്നും ഭിന്നിച്ചു പോകാതെ ഒറ്റക്കെട്ടായി കോൺഗ്രസിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുവെന്ന ആത്മവിശ്വാസവും കെ സുധാകരനുണ്ട്, ഒപ്പം UDFനും. എന്നാൽ ഇടതുപക്ഷത്തിലേക്ക് വരുമ്പോൾ
CAA വിഷയത്തിലടക്കം ഇടതുപക്ഷം സ്വീകരിച്ച നയങ്ങളിൽ ആകൃഷ്ടരായ ന്യൂനപക്ഷ വോട്ടർമാർ തങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്നും സമസ്തയുടെ ഒരു തീരുമാനം അത് ഇടതുപക്ഷത്തിന് അനുകൂലമായി ഭവിക്കുമെന്നും കണ്ണൂരിലെ ന്യൂനപക്ഷ വോട്ട് ശതമാനത്തിൽ ഒരു വിഭാഗം ഇടതുപക്ഷത്തിന് അനുകൂലമായി വിധിയെഴുതുമെന്ന അതേ കണക്കുകൂട്ടൽ തന്നെയാണ് LDFനുമുള്ളത്. കോൺഗ്രസ് ഇവിടെ 25,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം കെ സുധാകരന് പ്രതീക്ഷിക്കുമ്പോൾ ഇടതുപക്ഷം 10,000 മുതൽ 15,000 വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും പോളിംഗ് ശതമാനം കുറഞ്ഞതുകൊണ്ട് വിജയപ്രതീക്ഷയും വളരെ കുറവാണ് ഇരു കൂട്ടർക്കും. സുധാകരൻ മണ്ഡലത്തിൽ വികസന മുരടിപ്പ് നടത്തിയ ഒരു MP ആണ് എന്ന ആരോപണം കാര്യമായ രീതിയിൽ മണ്ഡലത്തിൽ ചർച്ചയാക്കുവാൻ ഇടതുപക്ഷത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആത്മവിശ്വാസമായി നിൽക്കുന്നത്. ഒപ്പം കെ സുധാകരൻ മണ്ഡലത്തിലേക്ക് എത്തിയപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അദ്ദേഹത്തെ പറഞ്ഞയച്ച വാർത്തകളൊക്കെ കാര്യമായ രീതിയിൽ പ്രചരണായുധമായി ഉപയോഗിച്ചിട്ടുമുണ്ട്. അവിടെ കെ സുധാകരന് തിരിച്ചടിയാകുവാൻ പോകുന്നത് മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. BJP അനുകൂലമായ നിലപാടെടുത്തു. കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ ഭിന്നഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. ഇവയെല്ലാം ചർച്ചയായാൽ അത് കെ സുധാകരന് തിരിച്ചടിയാകാൻ സാധ്യത ഏറെയാണ് എന്ന കണക്കൂട്ടലാണ് ഇടതുപക്ഷത്തിനുള്ളത്. അങ്ങനെ ഇരുകൂട്ടർക്കും വലിയ പ്രതീക്ഷയൊന്നും കാര്യമായി പറയാൻ സാധിക്കാത്ത ഒരു മണ്ഡലമായി കണ്ണൂർ മാറിയിരിക്കുന്നു. അവിടെ പാർട്ടി ഗ്രാമങ്ങളിൽ ഇടതുപക്ഷം വിശ്വാസമർപ്പിക്കുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകളിലാണ് കോൺഗ്രസ് വിശ്വാസമർപ്പിക്കുന്നത്, അല്ലെങ്കിൽ UDF വിശ്വാസമർപ്പിക്കുന്നത്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടർ BJP ആണ്. BJP എത്രമാത്രം വോട്ടുകൾ പിടിച്ചു മാറ്റുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അവിടെ C രഘുനാഥൻ മത്സരിക്കുമ്പോൾ BJPയുടെ വോട്ടുകളും ഒപ്പം കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ള C രഘുനാഥന് അനുകൂലമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ C രഘുനാഥനോട് താല്പര്യമുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെയും നിഷ്പക്ഷരുടെയും ഒക്കെ വോട്ടുകൾ അദ്ദേഹത്തിന് അനുകൂലമായി വീഴുവാനും 10%-ലേറെ വോട്ടുകൾ നേടുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം BJPക്കുണ്ട്. അത്തരത്തിൽ 10%-ലേറെ വോട്ടുകൾ BJP അവിടെ കരസ്ഥമാക്കിയാൽ അത് ആരുടെ വോട്ടായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. C രഘുനാഥൻ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ അത് കോൺഗ്രസിൻ്റെ വോട്ടുകളായിരിക്കുമെന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലൊരു കണക്കുകൂട്ടൽ CPMനുണ്ട്. അതും CPMനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകം തന്നെയാണ്. അതായത് കൃത്യമായ കാര്യങ്ങൾ കൂട്ടിക്കിടിച്ചു നോക്കുമ്പോൾ ഇരു കൂട്ടരും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കണ്ണൂരിൽ നടത്തിയതെങ്കിൽ പോലും നേരിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ MV ജയരാജൻ വിജയിക്കുവാനുള്ള സാധ്യതകളാണ് ഏറെയുള്ളത്. അത്തരത്തിൽ തന്നെയായിരിക്കും ജനം ജൂൺ 4-ാം തീയതി വിധി പറയുവാൻ പോകുന്നതും എന്നാണ് കണക്കുകൂട്ടലുകൾ. എന്നാൽ അതിനേക്കാൾ അപ്പുറത്തേക്കാണ് തീരുമാനങ്ങൾ, അതിനേക്കാൾ അപ്പുറമാണ് വോട്ട്. എന്തായാലും കാത്തിരിക്കാം തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതുവരെ.